എന്താണ് എനിക്ക് ടെൻഷൻ? എടാ 3 മാസമായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി, അതിനുശേഷം ഫുള്ള് ടെൻഷനാ. ബട്ട് വൈ? എടാ സാലറി 10,000, അതുപോലെ ചെലവ് 25,000. ഇപ്പൊ മാസം 10,000 റുപ്യ കട എടുക്കല. എനിക്കറിയാം, ഇങ്ങോട്ടല്ലേ ഞാൻ ഒരു പണിക്ക് പോകാത്ത. എനിക്ക് എങ്ങനെയാണോ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഇനി നമ്മക്ക് അത്യാവശ്യം നമ്മളെ കിട്ടും 10,000 രൂപ ശമ്പളം ഇടും മതിയോ? നമ്മൾ നേരെ ഒരു ഫോണിൽ നമുക്ക് ഇടും, ഒരു ബൈക്ക് നമുക്ക് ഇടും. അങ്ങനെ എല്ലാം കൂടി നമ്മൾ ചിലവെല്ലാം കൂടുതൽ കൂടും. ഇത് നമുക്ക് വരവിനേക്കാട് കൂടുതൽ ചിലവാകുന്നുണ്ടല്ലോ. നമ്മൾ മെല്ലെ കട എടുത്ത് 2-3 കൊല്ലം കൊണ്ട് ഒരു 3 ലക്ഷം റുപ്യക്കാവും. ആ കട നീട്ടാൻ വേണ്ടി നമ്മൾ ഗൾഫിൽ പോകും. ഗൾഫിൽ പോകണേ നമ്മൾ 1 ലക്ഷം കൂടി കടക്കുക. അപ്പൊ നമ്മളെ മൊത്തം കട 4 ലക്ഷം. അങ്ങനെ ഈ മൊത്തം 4 ലക്ഷം നമ്മൾ കട വിട്ടാൻ വേണ്ടി നേരെ ഗൾഫിൽ പോകുന്നു. ആ ഗൾഫിലൊക്കെ പോയി ആ കടക്ക് വീട്ടി നമ്മൾ തിരിച്ച് പട്ടിപ്പണിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഗൾഫാരനെയാണ് നാട്ടിൽ കയറി. അപ്പൊ എന്താക്കണം? നമുക്കൊരു പെണ്ണ് നോക്കണം. അങ്ങനെ നമ്മൾ കല്യാണം സെറ്റായി കല്യാണം നടത്താൻ വേണ്ടി പൈസ കണ്ടി നമ്മൾ വീണ്ടും ഗൾഫിൽ പോകുന്നു. അവിടെ പോയി ഫുള്ള് പട്ടിപ്പണിയൊക്കെ എടുത്താൽ കല്യാണത്തിലുള്ള പൈസ പിന്നെ ഉണ്ടാക്കുന്നു. പിന്നെ നാട്ടിൽ കയറി ആ കല്യാണം കഴിക്കും. അങ്ങനെ കല്യാണം കഴിയുമ്പോൾ വീണ്ടും ചിലവും കണ്ടി ഗൾഫിൽ പോകുന്നു. ഗൾഫ് പോയി ഇങ്ങോട്ടേ വരുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ വീടും സ്ഥലമാണ്. അങ്ങനെ വീടും സ്ഥലമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ലോൺ എടുക്കും. ആ ലോൺ എടുത്തൊക്കെ തീർക്കാൻ നമ്മൾ പിന്നെയും ഗൾഫിൽ പോകുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പൈസ അയക്കണം. എല്ലാം കൂടി കഴിയുമ്പോൾ ഒരു 40-45 വയസ്സും കൊണ്ടാണ് കഴിഞ്ഞില്ലേ. അതോടെ ലൈഫ് ഫുള്ള് കഴിഞ്ഞില്ലേ. അതിനെ കൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകാണ്ട് ഈ കൂടെയൊക്കെ എടുക്കുന്നത്. അങ്ങനെയാണ് എന്റെ ജോലി അപ്പൊ തന്നെ റിസൈൻ ചെയ്യാം. ഹലോ, ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്യാം. ആ റീസൺ ആപ്പ്. ഇന്നും ഈ ജീവിതത്തിൽ രക്ഷപ്പെട്ടു. ഹലോ, This is Mohammed Babi Jawad. You are selected to the job. താങ്ക് യു. ആരടാ? പിന്നെ മുംബൈയിൽ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു. അയച്ചൊന്ന് കിട്ടി. ഓ കൺഗ്രാറ്റ്സ്. സാലറി എത്ര? 25,000. എന്നാ ശരി, ഞാൻ പോകാനുള്ള പുറപ്പാടൊക്കെ. അപ്പൊ എന്റെ ജോലി. ഹലോ മാം, Yes. അതൊരു പ്രാങ്ക് ആയിരുന്നു. നാളെ മുതൽ പണിക്കാറുണ്ട.